വെണ്ടയ്ക്ക നമ്മൾ പല രീതിയിൽ കറി വെക്കാറുണ്ടല്ലേ. ഒരിക്കലെങ്കിലും വെണ്ടയ്ക്ക ഇതുപോലൊന്ന് വെച്ച് നോക്കണേ. എണ്ണ ചൂടായി കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 മിനിറ്റ് നേരത്തോളം ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതാ ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആ പൊടിയുടെ പച്ചമണം എല്ലാം നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് തൈരിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളിയും എരിവിനാവശ്യമായിട്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇത് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ആ തൈരിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും ഒരു 1/4 സ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ വെണ്ടയ്ക്കയിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പഞ്ചസാര അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കണം. ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. വെണ്ടയ്ക്ക നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ടല്ലോ, അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. സിമ്പിളല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ.